അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആഷി ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മയും പറഞ്ഞു, ഉപ്പയും അതേ മോനെ, ഞാൻ വിചാരിച്ചിരുന്നു അത്. നേരെ അത് ഹോസ്പിറ്റലിലേക്ക് 2 വാഹനങ്ങൾ കൂടി പുറപ്പെടുന്നു. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്. ശരിക്കും ആഷി ഉസ്താദിന് അത് മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. പാവം മോള്, എന്താ ചെയ്യുക. സഫീറിനും വല്ലാത്ത ഖേദമുണ്ടായിരുന്നു. കാരണം ആ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതാരായിരിക്കും? കേസ് വന്നത് എൻ്റെ പേരിലും. റബ്ബേ, കുഴപ്പമില്ല, ഞാൻ എന്തും സഹിച്ചോളാം, എത്ര വേണമെങ്കിലും ക്യാഷ് ഞാൻ കൊടുത്തോളാം. പക്ഷേ അവൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അവൾ നടന്നു കിട്ടിയാൽ മതി, അതുമാത്രം മതി, വേറൊന്നും വേണ്ട. അവൾക്ക് കുഴപ്പമൊന്നുമില്ലാഞ്ഞാൽ മതി, അത് മാത്രമായിരുന്നു സഫീർ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ആ 2 കാറുകൾ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അനസ്തേഷ്യ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അനസ്തേഷ്യയുടെ മയക്കത്തിൽ നിന്ന് പൂർണ്ണമായും അവൾ വിമുക്തയായിട്ടില്ല. ഉമ്മ വന്ന് വിളിച്ചു, മോളെ. ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടി ടൈം എടുക്കും, കാരണം കയ്യിനും കാലിനൊക്കെ ചെയ്യാനുണ്ടായതുകൊണ്ട് ശരീരം മുഴുവനായിട്ട് തരിപ്പിച്ച അവസ്ഥയിലാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിപ്പിച്ചത്. കാരണം അനസ്തേഷ്യ എന്ന് വെച്ചാൽ പല രീതിയിലുമുണ്ട്. ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുവാൻ പറയുകയല്ല. നിങ്ങൾ അതിൽ വായിച്ചു നോക്കിയില്ലേ? അതെ, ചിലത് പെട്ടെന്നായിരിക്കും അനസ്തേഷ്യയുടെ മയക്കം വിട്ട് മാറുന്നത്. ചിലതാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ചിലതാണെങ്കിൽ ഒരിക്കൽ പോലും ഉണരാത്ത രീതിയിലും അങ്ങനെ ഉണ്ടാകും. കാലാകാലം കോമ സ്റ്റേജിൽ ഉള്ള അവസ്ഥ. ഉമ്മ അത് വായിച്ചപ്പോൾ തന്നെ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയിരുന്നു. റബ്ബേ, എൻ്റെ കുട്ടി. ഉപ്പാക്കും അത് വായിച്ച് ഒപ്പിടണമെന്ന് ഉപ്പയോടും പറഞ്ഞപ്പോൾ ഉപ്പാക്കത് വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ ഒരു പേജ് വായിക്കുമ്പോൾ ആരുടെയോ ഹൃദയം പൊട്ടിപ്പോവും. ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കാം, ഒരു പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം, അതുമല്ലെങ്കിൽ കാലാകാലം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ അങ്ങനെ കഴിയും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒപ്പിടുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളതും അതുതന്നെയാണ്. അത് ജീവൻ കയ്യിൽ കൊടുക്കുകയാണ്. ആ ഒരു മരുന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഭാഗം മുഴുവനായിട്ട് മരവിപ്പിക്കുന്ന അവസ്ഥയാണ്. തൻ്റെ പൊന്നുമോളുടെ മുഖത്തേക്ക് ദയനീയമായി ഉമ്മ നോക്കി. ഉപ്പയും വന്ന് നോക്കി. എല്ലാം വിട്ടിട്ടില്ല, മണിക്കൂറുകൾ കഴിഞ്ഞു, നമ്മളുടെ മോളുടെ മയക്കതുവരെ വിട്ടിട്ടില്ല. എന്നാൽ ഈ സമയം പുറത്ത് അതാ അവരെല്ലാം എത്തിക്കഴിഞ്ഞിരുന്നു. ഹാദിയെ കാണണമെന്നുള്ള ആഗ്രഹത്താൽ ഉസ്താദുമാർ അവരുടെ ഉപ്പയെ സമീപിച്ചിട്ട് പറഞ്ഞു, അത് ഉപ്പ, ഹാദിയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ആഷി ഉസ്താദ് എത്തിയിട്ടുണ്ട്. മോനെ, അവന് വിദേശത്തല്ലേ ഉസ്താദ്? അത് എത്തിയിട്ടുണ്ട്. പിന്നെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. ആരാണത്? എൻ്റെ കുട്ടിയുടെ ഒരവസ്ഥ അവരോട് പറഞ്ഞ് ദുആ ചെയ്യാൻ പറയണം. എൻ്റെ കുട്ടിയുടെ അവസ്ഥ പരിതാപകരമാണ്. ഉപ്പ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങനെ അതാ ആഷി ഉസ്താദും ആ വിവരം അറിയുന്നു. അനസ്തേഷ്യ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും ആ ഒരു സ്റ്റേജിൽ തന്നെയാണ്. ഇപ്പോഴും അതിൽ നിന്ന് വിമുക്തിയായിട്ടില്ല. എന്തായാലും ദുആ ചെയ്യണം. അതെ, എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആഷി ഉസ്താദ് അതാ അതിനകത്തേക്ക് പ്രവേശിക്കുവാൻ അനുമതി ചോദിക്കുന്നു. അങ്ങനെ പൊന്നുമോളുടെ ആ ഒരു മുഖം, എൻ്റെ വിദ്യാർത്ഥിയല്ലേ, അവളെ ഒന്ന് കാണട്ടെ എന്ന് കരുതി നിറമിഴികളോടെ ആഷി ഉസ്താദ് അതിനകത്തേക്ക് കയറുകയാണ്. എന്നാൽ ICUയിൽ കിടക്കുന്ന അവളുടെ ആ മുഖം കണ്ട് ശരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അതെ, കയ്യിലും കാലിലുമൊക്കെ ആകപ്പാട് കെട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ഏതോ ഒരു അബോധാവസ്ഥയിലാണ് അവൾ കിടക്കുന്നത്. ആഷി ഉസ്താദ് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു നിമിഷം അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു, റബ്ബേ, എത്ര സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി എന്നെ യാത്രയാക്കിയ പെണ്ണാണ്. അതെ, എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനവും എല്ലാം നൽകിയിട്ട്. അതെ, അന്ന് ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു ഖേദം ഉണ്ടാക്കിയിരുന്നു. കാരണം അന്ന് വിവാഹാലോചനയുമായി അത് എൻ്റെ വീട്ടിലേക്ക് അവർ വന്നതായിരുന്നു, ആ പിതാവ്. പക്ഷേ എന്ത് ചെയ്യാൻ, സാരല്ല ഹാദിയ, നിൻ്റെ കാലുകൾക്ക് കഴിയില്ലെങ്കിലും നിൻ്റെ കൈകൾക്ക് ശേഷിയില്ലെങ്കിലും നിനക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും
ഞാനുണ്ട് ഹാദി നിൻ്റെ കൂടെ. അങ്ങനെ അത് ആഷി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയുടെ മുന്നിലേക്ക് ചെല്ലുന്നു. പാവം അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, ഒന്നും അറിയുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മണിക്കൂറുകളായി. സാധാരണത്തെ രീതിയിൽ അതെ എല്ലാം തെളിയേണ്ട സമയമായി, ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പഠിച്ചോനെ നീ കാത്തുരക്ഷിക്കല്ല. എന്നാൽ ഉസ്താദ് അതാ അവളുടെ അരികിലേക്കെത്തി. ഹാദി ഹാദി അദ്ദേഹം പതുക്കെ വിളിച്ചു. ഇല്ല, അവൾ ഉണരുന്നില്ല. ഒരു നിമിഷം ആഷി ഉസ്താദ് അവിടെ നിന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, ഈ കുട്ടിക്ക് എന്ത് തടസ്സമാണ് അല്ലാഹുവേ, അത് പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടത്. അല്ലാഹുവേ, നീ അതിനുള്ള മെഡിസിൻ നിൻ്റെ അടുത്തുണ്ടല്ലോ അല്ലാ. നീ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ റഹ്മാനെ. ആമീൻ. അതെ, അപ്പോൾ തന്നെ ഉസ്താദ് ആയത്തുൽ കുർസി ഓതിയിട്ട് അവളുടെ ശരീരത്തിലാകെ ഒന്ന് ഊതിക്കൊടുക്കുന്നു. റഹ്മാനെ, നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ വാക്യങ്ങളാണ് റഹ്മാനെ ഞാൻ ചൊല്ലി ഊതിയത്. റഹ്മാനെ, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ, അവൾ എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, അതിൽ നിന്ന് നീ അവൾക്ക് മോചനം നൽകു റഹ്മാനെ. 3 പ്രാവശ്യമായിട്ട് ഉസ്താദ് ആയത്തുൽ കുർസിയെ ഓതിയിട്ട് അവളുടെ ശരീരത്തിലാകെ ഊതിക്കൊടുത്തു. ഹാദിയ ഹാദിയ. ഒരു നിമിഷം അവൾ അതെ ക്ലാസ്സിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് വിളിക്കുന്ന പോലുള്ള ഒരു വിളി അവളുടെ ചെവിയിലേക്ക് അതാ തുളച്ചു കയറി. ഹാദിയ. ഉസ്താദേ. അതെ, ക്ലാസ്സിലെന്ന ഓർമ്മയിൽ അവളുടെ ചുണ്ടുകൾ പതുക്കെ ചലിച്ചു. ഹാദി, ഇങ്ങോട്ട് നോക്കുമോളെ. അതെ, പതുക്കെ അവൾ മിഴികൾ തുറന്ന് നോക്കുമ്പോൾ അവളുടെ പ്രിയപ്പെട്ട ആഷി ഉസ്താദ് തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നിയത്. അതൊരിക്കലും യഥാർത്ഥമാണെന്ന് അവൾക്ക് തോന്നിയില്ല. അവൾ ഉമ്മയോട് പറയുന്ന പോലെ, ഉമ്മ എൻ്റെ ഉസ്താദ്, ഉമ്മ എൻ്റെ ഉസ്താദ്, ആഷി ഉസ്താദ്. അവളത് പറയുമ്പോൾ ശരിക്കും ആഷി ഉസ്താദ് ഒന്ന് ഞെട്ടി. എന്നാൽ ആ ഒരു ശബ്ദം കേട്ട് നഴ്സ് ഓടി വന്നു. അല്ല, എന്ത് സംസാരിച്ചോ? ഓ മൈ ഗോഡ്, താങ്ക് ഗോഡ്. അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ, ഹാദിയ സംസാരിച്ചിരിക്കുന്നു. താങ്ക് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡോക്ടറും ഓടിച്ചു. ഹാദിയ ഓക്കെ അല്ലേ മോളെ? എന്നാൽ ആഷി ഉസ്താദ് എല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഞാൻ അവളുടെ ഉസ്താദാണ്. ഓ, അങ്ങനെ ഓപ്പറേഷനിടയിൽ പോലും അവൾ ഇടയ്ക്കിടെ എൻ്റെ ഉസ്താദ് എന്ന് അവളുടെ ചുണ്ടുകളിൽ വന്നിരുന്നു. ഞങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല. ഉസ്താദ് അപ്പോൾ എവിടെയായിരുന്നു? ഞാൻ വിദേശത്തായിരുന്നു, ഇപ്പോൾ വന്നതാണ്. ഓ, അല്ലെങ്കിലും ചിലരുടെ ബോധകാലൊക്കെ തെളിഞ്ഞു വരാൻ ചില സാന്നിധ്യങ്ങൾ വേണ്ടിവരും. എന്തൊക്കെ തന്നെയാലും കൺഗ്രാജുലേഷൻസ് ഉസ്താദെ. നിങ്ങൾ വന്നതുകൊണ്ട് ഹാദിയുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായി. ഞങ്ങൾക്കാകെ ടെൻഷനായിരുന്നു. കാരണം ഞങ്ങളെ ഭാഗത്തു നിന്ന് അനസ്തേഷ്യ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഈ സ്ഥാപനത്തിന് കൂടി അതൊരു വലിയൊരു മോശമായി തീരുമെന്ന് മാത്രമല്ല, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബിസിനസ് തന്നെ അതില്ലാതായി മാറും. ഏതായാലും കൺഗ്രാജുലേഷൻസ് ഉസ്താദെ. ഡോക്ടർ തന്നെ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഈ ഒരു അവസ്ഥ അതാ ഹാദിയുടെ കൂടെ എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്. അതെ, നമ്മുടെ ഹാദിയ അവൾ വളരെയധികം പൂർവാധിക ശക്തിയോടെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അവൾ ഓക്കെയാണ്. എല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഉസ്താദുമാരും എല്ലാവരും ശരിക്കും ഡോക്ടർ ആഷി ഉസ്താദിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഒരു വ്യക്തി ഇവർ വന്ന് എന്ത് ടെക്നിക്കാണ് ചെയ്തത് എനിക്കറിയില്ല. പിന്നെ എല്ലാം ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് അവരുടെ ഒരു പ്രാർത്ഥന അതൊക്കെ ആയിരിക്കും വിജയിക്കാൻ കാരണം. എന്തൊക്കെ തന്നെയാലും ഇവർക്ക് പ്രത്യേക ഒരു ബഹുമതി നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വകയായിട്ടും നമ്മുടെ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇദ്ദേഹം തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇദ്ദേഹത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിലൊക്കെ പിഴവ് സംഭവിക്കുകയാണെങ്കിലൊക്കെ ഇദ്ദേഹത്തോടെന്ന് പറഞ്ഞ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് നല്ല പവറുണ്ട്. അദ്ദേഹത്തിൻ്റെ പവറാണ് നമ്മുടെ ഹാദിയ ഇവിടെ അനസ്തേഷ്യയുടെ മയക്കത്തിൽ നിന്ന് അവൾ ഉണരാതെ കോമ സ്റ്റേജിൽ തുടരുമ്പോൾ അതെ അതിൽ നിന്ന് മാറ്റിമറിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനിക്കുന്നു. ശരിക്കും എല്ലാവർക്കും സന്തോഷമായി. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളത് സംസാരിക്കുന്നു. അവൾ എഴുന്നേറ്റിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, മോളെ എഴുന്നേറ്റിരിക്കാനായിട്ടില്ല, കാലുകൾ
ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കാലുകളുടെ എല്ലൊക്കെ പൊട്ടിയ രീതിയിലല്ലേ, ആയിട്ടില്ല, മോൾ ഓക്കെയാണ്, നിന്റെ മുഖം കണ്ടാലറിയാം. എന്നാൽ ഈ സമയം സഫീർ ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, ഒന്നും ഉണ്ടാവരുതേ. എന്നാൽ ആഷി ഉസ്താദിനോട് സഫീർ ചോദിക്കുന്നു, ആഷി, എനിക്കൊരു ചാൻസ് തരുമോ അവളോടൊന്ന് സംസാരിക്കാൻ? എൻ്റെ കൂടെ നിങ്ങളും പോരി. ആയിക്കോട്ടെ, അതിനെന്താ. എന്നാൽ സഫീർ അതാ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു ഹാദിയെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട്. ആഷിയും സഫീറും അതിനകത്ത് തൊട്ടപ്പുറത്തായിട്ട് ഉമ്മയും ഉപ്പയും നിൽക്കുന്നുണ്ട്. എന്നാൽ ആഷി ഉസ്താദ് പറഞ്ഞു, ഹാദി, പിന്നെ നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. എന്നെ കാണാനോ? ആരാണ്? അതൊക്കെയുണ്ട്. എന്നാൽ സഫീർ അങ്ങോട്ട് പെട്ടെന്ന് കടന്നു വന്നു. ഹാദിയ, ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സഫീർ, നീ എന്താ ഇവിടെ എങ്ങനെ? നീ പോയില്ലേ? അതെ, തിരിച്ചു വരേണ്ടി വന്നു. നിന്റെ കാര്യത്തിന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. മോളെ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ ഇത്താത്തിയുടെ രൂപത്തിലാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. നീ എൻ്റെ പ്രായത്തിനുള്ളതാണെങ്കിലും ഞാൻ നിന്നെ ഒരു സഹോദരിയുടെ രൂപത്തിലാണ് നിന്നെ സ്നേഹിച്ചത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാനും നീയും തമ്മിൽ കൂടുതൽ ബന്ധമൊന്നുമില്ലെങ്കിലും നിന്നെക്കുറിച്ചെല്ലാം എനിക്കറിയാം. എന്നാൽ എന്ത് ചെയ്യാൻ, എൻ്റെ ലോറിയാണല്ലോ നിന്നെ ഇടിച്ചിട്ട് പോയത്. അതുകൊണ്ട് അതിൻ്റെ തെറ്റുകൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം ഞാൻ തന്നിരിക്കും. എന്തൊക്കെ തന്നെയാണെങ്കിലും എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം, യാതൊരു കുഴപ്പവുമില്ല. സഫീർ, എന്തൊക്കെയാ പറയുന്നത്? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി, സാരമില്ല. അതൊന്നും എനിക്ക് ഹാദിയൊക്കെ അറിയോ ആരാണ് ചെയ്തതെന്ന്? അവൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു എന്നല്ലാതെ അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. അതിനു വേണ്ടിയിട്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി വെള്ളം ഒഴുകി. കരയരുത്, സാരമില്ല. എന്ത് ചെയ്യാൻ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതൊക്കെ വരുമല്ലോ, സാരമില്ല. എന്നാൽ നീ രക്ഷപ്പെട്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യം. അവൻ്റെ കൈകളിൽ നിന്നും നീ രക്ഷപ്പെട്ടല്ലോ, സാരമില്ല. എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഞാൻ ത്യാഗം സഹിക്കാനും തയ്യാറാണ്. അവൻ ചെയ്ത തെറ്റിന് ഞാൻ എത്രമാത്രം ജയിലിൽ കിടന്നാലും ഞാൻ തയ്യാറാണ്. അതെ ഹാദിയ, പുറത്തു തരണം, പൊറുക്കണം കേട്ടോ. സഫീർ, എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന സഫീർ അല്ലേ? അന്ന് മാനസിക വിഷമം അനുഭവിക്കുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് സഫീർ അല്ലേ? അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്തതല്ലേ? ഒരിക്കലുമല്ല സഫീർ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ബഹുമാനമേ ഉള്ളൂ. സത്യമായിട്ടും എനിക്കൊന്നുമില്ല, നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും മാത്രമാണുള്ളത്. ശരിക്കും ഹാദിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് സഫീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സഫീർ പറഞ്ഞു, ഹാദി, എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏൽക്കാൻ തയ്യാറാണ്. അതെ, എൻ്റെ വാഹനമല്ലേ സഫീർ, അതിന് നീയല്ലല്ലോ എന്നെ ഇടിച്ചത്. അത് സാരല്ല, പക്ഷേ ആ ഒരു രേഖയിൽ ഞാനാണ് ഹാദിയ, മറ്റാരുമല്ല. എൻ്റെ പേരാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോടതിയിൽ ഹാജരാവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കണം കേട്ടോ, നിനക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ ഇനിയൊരു പക്ഷേ എനിക്ക് പുറം ലോകം കാണാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല എന്ന എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം പറയാനുണ്ട്. ആ ആഗ്രഹം പറഞ്ഞാൽ ഹാദി, ഒരിക്കലും നീ തട്ടിക്കളയരുത്. അത് ഈ ലോകത്തും പരലോകത്തും നിനക്ക് എന്നൊക്കെ സുഖം ഉള്ള ഒരു സംഭവമാണത് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വാക്ക് നീ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നീ ജീവിതത്തിൽ ഇനി വിഷമിക്കേണ്ടി വരില്ല. പ്രിയപ്പെട്ട സഫീർ, എന്നെ ഇനി എന്തിനു പറ്റും? എൻ്റെ കാലുകളാകെ ഒടിഞ്ഞു പോയി, എൻ്റെ കൈകളും എനിക്ക് ശരിക്കും എഴുന്നേറ്റ് നടക്കുവാൻ തന്നെ പ്രയാസമായിരിക്കും. അതെ, ഇനി ഞാൻ എൻ്റെ ജീവിതകാലം അങ്ങനെ അങ്ങ് തള്ളി നീക്കിക്കൊണ്ട് സാരമില്ല, ഒരാളെയും എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വലിച്ചിഴക്കണ്ട. എന്നാൽ അത് കേട്ടുകൊണ്ട് അതാ അങ്ങോട്ട് ആഷി ഉസ്താദ് കടന്നു വരുന്നു. എന്തായിരിക്കും സഫീർ പറയുവാൻ വേണ്ടി ഉദ്ദേശിച്ചത്?
എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.